ഹേയ് ഗുഡ് പീപ്പിൾ. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ എവിടെ പോകാൻ നിൽക്കുന്നതെന്നറിയാമോ? എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച് സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ്. എല്ലാവരും നല്ല സെറ്റായിട്ടൊക്കെ റെഡിയായിട്ടോ. അപ്പം നമുക്കിന്ന് അന്നത്തെ ഈ ഒരു ദിവസത്തെ വീഡിയോ കാണാം കേട്ടോ. എനിക്ക് ത്രോട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, അതാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. ഈ രാത്രി ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പതിയെ പോകുമ്പോൾ ഈ സൈഡിലൊക്കെ കാണുന്ന ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഇഷ്ടമല്ലാത്ത കാര്യം ഈ ഓവർ ക്രൗഡഡ് ആണ്. എനിക്ക് ഒത്തിരി ക്രൗഡിനകത്തിൽ പോകുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമുക്ക് ചർച്ച് സ്ട്രീറ്റിലെ ആൾക്കാരെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താലല്ലേ കുറച്ചൊക്കെ സന്തോഷങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ എത്തിയായിരുന്നു കേട്ടോ. കുറേ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ടാണ് ഇങ്ങനെ എത്തിയത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒത്തില്ല കേട്ടോ. പിന്നെ ചെന്നപ്പോൾ ഞാൻ പോയത് മിനിസോയിലായിരുന്നു. എനിക്കാണെങ്കിൽ മിനിസോയിൽ നിന്ന് 2-3 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പോയത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് പിന്നെ ഞാൻ 2-3 സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം വെളിയിൽ വെച്ചൊരു പുള്ളിയെ കണ്ടു കേട്ടോ. പുള്ളിയുടെ കയ്യിലാണ് ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ പറ്റുന്ന പണി നോക്കി ഒന്ന് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് അബദ്ധത്തിൽ പോയി സംഭവം ഒന്ന് നോക്കിയും പോയി. പുള്ളിയാണെങ്കിൽ നിർബന്ധിക്കുകയായിരുന്നു അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ കുറേ വട്ടം ഡെമോ ഒക്കെ കാണിച്ചു കേട്ടോ. പക്ഷെ സംഭവം കൊള്ളാം. ഇങ്ങനെ നമ്മൾ അത് ആക്കി വിടുമ്പോഴത്തേക്കും മേളിൽ വരെ പോകും കേട്ടോ. എന്നിട്ട് ബൂമറാങ് പോലെ നമ്മുടെ കയ്യിൽ തന്നെ അത് തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ കാണിച്ച് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മേടിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ പിന്നെ അത് മേടിച്ചായിരുന്നേ. എന്നിട്ട് പിന്നെ നടന്നു പോകുന്ന വഴിക്കും സ്നേഹയ്ക്ക് കുറച്ച് കമ്മലൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു അവിടെ കളക്ഷൻ. പക്ഷെ അവൾക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൂട്ടത്തിൽ ഒന്ന് മാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്നായിട്ട് ചോദിച്ചപ്പം അതിന് 50 രൂപ, 3 എണ്ണം എടുത്ത് കഴിഞ്ഞാൽ 100 രൂപ. അപ്പോൾ പിന്നെ അവളത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ 3 പേരും കൂടി ഇങ്ങനെ നടന്നൊക്കെ വരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12th വരെ ഒരുമിച്ചായിരുന്നേ. പിന്നെ ഞങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 3 പേരും വേറെ വഴിക്കായി പോയത്. പിന്നെ സ്നേഹം വന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. കാരണം അവൾ പോകുന്നതിന് മുന്നേ കുറേ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോകണമെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ നിന്നത്. അതുകൊണ്ടാണ് ഇന്ന് പിന്നെ ചർച്ച് സ്ട്രീറ്റിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറെ എങ്ങും പോകാൻ ടൈം കിട്ടാഞ്ഞുകൊണ്ടാണ് ഇന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പാച്ചു സ്റ്റോളിൻ്റെ ഫ്രണ്ടിൽ കുറേ ഷൂസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ അതൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ എടുത്തില്ല കേട്ടോ അവിടുന്ന്. കാരണം കുറേ നോക്കി പോയെങ്കിലും അങ്ങോട്ട് വേറൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കാമെന്ന്. ഭാഗ്യത്തിന് വേറെ കടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയപ്പം ഒരു ആൻറ്റി ഇങ്ങനെ പൂവൊക്കെ വിൽക്കുന്നുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് മേടിക്കാമെന്ന്. കാരണം എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൂ വിൽക്കുന്ന കുറേ ആൾക്കാരെ കാണും. ഇതുവരെ മേടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് മേടിക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു പൂവിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം മേടിക്കാമെന്ന് വെച്ച്. എല്ലാത്തിനും 30 രൂപയുള്ളായിരുന്നു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കൂട്ടത്തിൽ നല്ലതുള്ള ഒരെണ്ണം അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ. ഞാൻ പിന്നെ അത് വെച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആ ആൻറ്റി ആണെങ്കിലും വേറെ കുറേ മോഡലൊക്കെ എന്നെ കാണിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഈ കവർ ചെയ്ത ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ എടുത്തു കേട്ടോ. അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. നമ്മൾ ചെറിയൊരിത് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചുമ്മാതെ ഇങ്ങനെ നടന്നു കേട്ടോ. ചർച്ച് സ്ട്രീറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്ന് എല്ലാം ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് പിന്നെ നമ്മുടെ OnePlusൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ ഇങ്ങനെ നടന്നൊക്കെ നിൽക്കുമായിരുന്നേ. കാരണം ഞങ്ങൾ ഒപ്പേറ ഹൗസും കൂടി കയറണം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അത് ക്ലോസ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിരുന്നേ. അപ്പോൾ അത് ക്ലോസ് ആയതുകൊണ്ട് അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ജസ്റ്റ് ഇതിനകമൊക്കെ ഒന്ന് നടന്ന് മാത്രം ഒന്ന് കണ്ടു കേട്ടോ. ഞങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. OnePlusലൊക്കെ കയറിയപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ കയറിയതാണ്. ചുമ്മാ കയറിയതാട്ടോ. ചുമ്മാ കയറി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ സ്നേഹയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കാൻ വന്നത്. എന്നാൽ പിന്നെ അവളെയും കൊണ്ട് പോകാമെന്നും കരുതിയാണ് ഇങ്ങനെയൊക്കെ പോയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലേ. കാരണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് ഡൊമിനോസിൽ നിന്ന് പിസ്സ കഴിക്കാമെന്ന്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഡൊമിനോസിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്തത് ഗ്ലോറിയും സ്നേഹയും കൂടി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങ് സൈഡായി. ഞാൻ വിചാരിച്ചു അവരെടുത്തോട്ടെ എന്നും കരുതി. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടിയാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ തൊട്ടുള്ള എല്ലാ പോർഷൻസിലും അവരായിരിക്കും കൂടുതലും കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഗ്ലോറി ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു പിസ്സ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു.
എനിക്ക് എപ്പോഴും ഇങ്ങനെ പിസ്സ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തോന്നുവാണെങ്കിൽ കഴിക്കുന്നത് ഇഷ്ടമാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും വയറൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴും ഒന്നും പിസ്സ കഴിക്കത്തില്ല. എനിക്കല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇന്ന് കഴിക്കണമെന്ന് ഓൾറെഡി ഞങ്ങൾ തോന്നിയതുകൊണ്ടും പ്രിപ്പയർഡ് ആയിരുന്നതുകൊണ്ടും ഞാൻ ഓക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഈ ചേട്ടൻ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടൈം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓർഡർ റെഡിയായി കേട്ടോ. ഗ്ലോറി അതെല്ലാം കളക്ട് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കഴിക്കുമായിരുന്നേ. ഇത് പിന്നെ സ്നേഹയുടെ ഒരു ചെറിയ ഷോ ഓഫ് ആണ് കേട്ടോ. അവർ രണ്ടുപേരും മാറി മാറി ഇത് എടുക്കുന്നുണ്ടായിരുന്നേ. രണ്ടുപേരും ട്രൈ ചെയ്യട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. രാത്രിയിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ ഞാനാ വണ്ടി ഓടിക്കുന്നതെന്ന്. ഞാനല്ല വണ്ടി ഓടിക്കുന്നത് കേട്ടോ, ഗ്ലോറി ആയിരുന്നേ വണ്ടി ഓടിച്ചത്. എനിക്കിങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് സ്കൂട്ടർ ഓടിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. പക്ഷെ കാറാണെങ്കിൽ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് ഔട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം